വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഇതിനു മുമ്പ് ഞാൻ ഒരു പെൺകൊച്ചും പിന്നെ വേറെ 2 ആണുങ്ങളും 4 പേര് ഫുള്ളായിട്ടൊരു ടാസ്ക് കൊടുത്തൊരു കംപ്ലീറ്റ് ഫുഡ് ചാലഞ്ച് ഒക്കെ ചെയ്തില്ലായിരുന്നു. പല ഫുഡ് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു ഫുഡ് ചാലഞ്ച് നിങ്ങൾക്ക് ഓർമ്മ കാണും. എന്തുവായിരുന്നു അതിനകത്ത് ഒരു ഫോൺ മേടിച്ചു കൊടുത്ത വീഡിയോ. അപ്പോൾ അത് കണക്ക് തന്നെ ഒരു വീഡിയോ കൂടി ഇന്നുകൂടി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് കുറച്ചേറെ ആൾക്കാർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആക്ടേഴ്സ്, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാപ്പനീസ് കഴിച്ച ആകഷിയും പിന്നെ ഒരു വേറൊരു സബ്സ്ക്രൈബറും കൂടി. അപ്പോൾ അവരെല്ലാം ഇപ്പം കലൂരിലെത്തും. ഒരു 11:30 ആകുമ്പോൾ അങ്ങോട്ട് നമുക്ക് പോകണം. നമുക്കങ്ങനെ ഇറങ്ങാം. അതിന് വേറെ കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്ന കമൻസ് നിങ്ങൾ ചോദിക്കും, എൻ്റെ ഹെയർ എങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്, അത് എന്താണ് പ്രൊഡക്ട്സ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന്. ആദ്യം പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹെയർ കറക്റ്റായിട്ട് സെറ്റായി ഫ്രിഡ്ജൊക്കെ മാറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി തേച്ച് കഴിഞ്ഞിട്ട് മുടി പൊഴിഞ്ഞു പോകുന്ന എനിക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും അത് തേച്ചായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. മുടി പൊഴിച്ചിട്ടുണ്ട്, അത് തേക്കുന്നതിന് മുമ്പേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇത് 2 എണ്ണം, പിന്നെ എൻ്റെ ഒരെണ്ണം എൻ്റെ വേറെ അപ്പുറത്തെ കയ്യിലും ഉണ്ട്. ഇത് ആൻറ്റി ഡാൻഡ്രഫാണ്, നിങ്ങൾക്ക് ആവശ്യം കാണത്തില്ല. ഇതാണ് വേറെ, ഇതാ മെയിൻ കണ്ടീഷണർ. ഈ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ ഇത് 2ഉം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ കണ്ടീഷണർ ഉപയോഗിക്കും. ഇതല്ല, ഈ കണ്ടീഷണർ ഉപയോഗിക്കും. ഇത് ലീവ് ഇൻ കണ്ടീഷണറാണ്. എന്നുവെച്ചാൽ ഇത് ഷാമ്പൂ, ഇത് കണ്ടീഷണർ, പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇത് കുളിച്ച് കണ്ടീഷണർ എടുത്ത് കഴുകി കളയണം. പിന്നെ കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് തേച്ച് തലയിൽ തന്നെ വെക്കാം. ചെറുതായിട്ട് നനവുള്ളപ്പോൾ അതിൻ്റെ മുഖത്തോട്ട് കണ്ടീഷണർ ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റ് ചെയ്തൊരു ഹെയർ ജെൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇത് കേൾ ഡിഫൈനിങ് ജെല്ലും കൂടിയാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒട്ടിയിരിക്കും എല്ലാം കൂടി, പെട്ടെന്ന് ഇളകത്തില്ല. മനസ്സിലായോ? ഇപ്പം ഞാൻ ചെറുതായിട്ട് തേച്ചിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നല്ലതായിട്ട് റിസൾട്ട് വരും. തേക്കുമ്പോഴും വരും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അപ്പം നേരത്തെ പറയാൻ പറ്റിയത്. എന്തായാലും ഇതാണ് സംഭവം, ഉപയോഗിച്ച് നോക്കിയോ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളിൽ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഫേസിനുണ്ടോ ഞാൻ ചെയ്യുന്നതെന്ന്. ഞാൻ എന്തോ ചെയ്യുന്നത് എനിക്കല്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വല്ലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്. മറ്റേ മുഖം കരിക്കുമല്ല, മുഖം കരിച്ച് എനിക്ക് പുതിയ സെല്ല് റിപ്ലനിഷ് ആവുന്നുണ്ട്. അതായിരിക്കും കരിക്കുന്നത്. ഈ പോർസിന് വേണ്ടി അല്ലാതെ വെറുതെ ആണെങ്കിലും ചെയ്യാം. അപ്പോൾ അതായിരിക്കും, അത് നിങ്ങൾ കരിച്ച് നോക്ക്. ഇപ്പോൾ നാളെ എനിക്ക് ചെയ്യിപ്പിക്കണം അതല്ല വേറെ ഒന്നുമില്ല. പിന്നെ കുറേ കമൻസിന് കുറേ സംഭവം. ചില കമൻസിനകത്ത് പൈസയുടെ നെഗളിപ്പാണെന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. മോനെ, കേരളത്തിലുള്ള യൂട്യൂബറിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പൈസ മുടക്കുന്ന ഒരേ ഒരു യൂട്യൂബർ ഞാനാണ്. എന്നിട്ട് എനിക്ക് പൈസയുടെ നെഗളിപ്പാണെന്ന് പറയുന്നത്, യു ആർ നോട്ട് മീറ്റിംഗ് മീ ഇൻ ദ സെയിം വേവ് ലെങ്ത്. യുനോ, എൻ്റെയും നിങ്ങളുടെയും വേവ് ലെങ്ത് മാച്ച് ആകുന്നില്ല. ഈ കുറച്ച് കമൻസ് വേവ് ലെങ്ത് മാച്ച് ആയാലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് ഇത്ര ഓപ്പണായിട്ട് എല്ലാ കാര്യം പറയുന്ന ഒരേ യൂട്യൂബർ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ എല്ലാവർക്കും അത്രയ്ക്ക് ബ്രെയിൻ സെൽസ് ഉണ്ടോന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല മെജോറിറ്റി ആൾക്കാർക്ക്. ഓക്കെ, ട്രെയിനർ വന്നിരിക്കുന്നു. വോയിസ് ലുക്കൊക്കെ മാറി. കഴിഞ്ഞ പ്രാവശ്യം താടി പഠിപ്പിച്ചത് ഞാൻ മറ്റേ പെൺവേഷത്തിനായിരുന്നു, സ്വന്തമായിട്ട് പഠിച്ചു. എന്തിനാണ് താടി പഠിച്ചിട്ട് എറണാകുളത്തോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നീ മീശ പഠിക്കാതെ മാർക്കറ്റ് വെക്കുന്ന ആണോ? സ്വന്തമായിട്ടാണല്ലോ താടിയും പഠിച്ചത്. പ്രത്യേക സാഹചര്യത്തിൽ പഠിക്കേണ്ട വന്നു. ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്യാൻ നോക്കിയ, പക്ഷേ കഥ എല്ലാവർക്കും അറിയാനുള്ള കഥകളാ. നമുക്ക് ഇറങ്ങാം. എല്ലാം എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ മുഖത്ത് എപ്പോ നോക്കിയാലും കാക്ക തൂറലാണ്. ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അപ്പം തൂറും. നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്, കല്ലൂർ. ഇവിടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തത് നമ്മൾ ഇവിടെ തന്നെ പിന്നെയും ചെയ്യാമെന്ന്. അക്ഷയനെ വഴി വെച്ച് നോക്കിയായിരുന്നു, കാണിച്ചില്ല. ബോയ്സ് വന്നിട്ട് കണ്ടസ്റ്റന്റ് 2 പേരോടെ നിൽക്കുന്നു. ചെറുക്കനെ കണ്ടു കാണും, പെൺകൊച്ച് ആക്ടറാണ്. ആരാന്ന് പറയൂ, ആക്ടറിനെ ഗസ് ചെയ്യൂ പ്ലീസ്. ബോയ്സ് കണ്ടസ്റ്റൻസ് ഒക്കെ നിൽക്കുന്ന 2 പേര് നിങ്ങൾ ഓൾറെഡി കണ്ട് പരിചയപ്പെട്ടോ? എങ്ങനെ മനസ്സിലായി 2 പേരും ഇതിനാ വന്നതെന്ന്? അങ്ങനെയല്ലേ. അപ്പൊ ഇനി ഒരാളും കൂടി വരാനുണ്ട്, അവൻ കൂടി വരും. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എത്തും 10-15 മിനിറ്റ്. എന്ത് പോസ്റ്റ്? താൻ 11:50 എത്തിയത്. ഞാൻ 12 മണിക്ക് എത്തി. ഞാൻ നോക്കിയേ, ഫോൺ നോക്ക്. 12:08 ചെറുതായിട്ടല്ലേ. നമ്മുടെ ക്രൗഡ് ഫേവറേറ്റ് ആണ്. ഈ വീഡിയോ കഴിയുമ്പോ ഒരു തീരുമാനമാവും. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ജയിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളു. 3ാമത്തെ ആൾ എത്തിയിരിക്കുകയാണ്.
വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി നിനക്ക് പരിചയമുണ്ടോ? ഫ്രണ്ടാണ്, ആണോ? എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. സെയിം ജില്ലയാണ്, കുറച്ച് ദൂരമുണ്ട്. വീടിന്റെ അടുത്താണോ അല്ലയോ? നീ ഏതായാലും ഉറപ്പിച്ചേ. നാഗാലാൻഡ് വെച്ച് ട്രിപ്പിന് വെച്ച് കണ്ടാ ആടാ, അങ്ങനെ പരിചയമാണ്. ഇപ്പൊ സൗകര്യമായല്ലേ? കപ്പടിക്കണം കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഡ്രീമേ ആയപ്പോഴേ കൊള്ളാം. അപ്പൊ ഈ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. ആര് ജയിച്ചെന്ന് നിങ്ങൾക്ക് മെയിൻ ചാനലിൽ വന്ന് കാണാം. ക്യാമറമാൻ ജയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിൽ ആരുമല്ലേ ലെമണാണ് ജയിച്ചത്. ഇന്ദ്രൻസിന്റെ മോളാണ്. ഇന്ദ്രൻസിന്റെ മോളാണിത്. ഇന്ദ്രൻസിന്റെ ഏത് ഇന്ദ്രൻസ്? ഇന്ദ്രൻസിന്റെ മോളാ. നല്ല മോളിങ്, നല്ല മോളിങ് അല്ലേ? അടി സക്ക് ബോയ്സ്. അങ്ങനെ ഈ വീഡിയോ കിടില്ല കേട്ടോ, കാണണം നിങ്ങള്. എനിക്ക് വയ്യ. ഇത്ര മാക്സ് ഔട്ടും ഇത്ര പീക്കിൽ ഞാൻ ആദ്യമായിട്ട്. നമ്മുടെ ട്രെയിനറുടെ സൈഡിൽ ഒരു കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എനിക്ക് അവരൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. ആക്ടറും ആക്ട്രസും QAയും എല്ലാ ആൾക്കാരും, നടനും നടിയും എല്ലാ ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കുറച്ച് റെസ്റ്റ് ചെയ്യുക. എനിക്ക് ബുദ്ധിമുട്ടാണ്. ടാസ്ക് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ടാസ്ക് കുറച്ച് ഹിറ്റായിരിക്കും. ചെറുതായി ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്ന് തോന്നുന്നു. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വോയിസ് നമ്മൾ പ്രോട്ടീൻ പൗഡർ മേടിക്കാൻ വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് പ്രോട്ടീൻ പൗഡർ വേണം. ചേട്ടൻ എന്നെ മറന്നെന്ന് തോന്നുന്നു. ചേട്ടൻ എന്നെ ഓർമ്മ എത്ര മറ്റേ റോ 4 കിലോ? എനിക്ക് റോ ആയിരുന്നു വേണ്ട. സത്യം പറഞ്ഞു റോ പോയി കോൺസെൻട്രേറ്റ് 24 പോരെ, അത്രയ്ക്ക് വിലയില്ല അതിന്. പക്ഷെ അമ്മേനെ വിളിച്ച് ചോദിക്കാം, അമ്മയ്ക്ക് ഫ്ലേവേർഡ് വേണം അല്ലെങ്കിൽ റോ തന്നെ മതിയായിരുന്നു. അമ്മ ഈയിടയ്ക്ക് ജിമ്മിൽ പോകുന്നതുകൊണ്ട് അതേ പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ ആൾക്കാർ ഇറച്ചിയൊന്നും കഴിക്കാറില്ല, മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡെയിലി കൊടുക്കുന്ന വെയിറ്റ് എടുത്ത് പുള്ളി ഡെയിലി കൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനെ വെയിറ്റിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. മെഷീൻ കാണിക്കുന്നതിന് പകരം വെയിറ്റിന്റെ ഫോട്ടോ കാണിക്കും. ഞാൻ വെയിറ്റിന്റെ ഫോട്ടോ കണ്ടിട്ട് ഗസ് ചെയ്യണം അത് ഏത് വെയിറ്റ് ആണെന്ന്. എന്നുവെച്ചാൽ റാക്കില്ലേ ഓരോ പ്ലേറ്റ്സ്, ആ പ്ലേസിന്റെ ക്ലോസ് അപ്പ് ഷോട്ട് എടുത്ത് കാണിക്കും. എപ്പോഴും കാണിച്ചു തരാം. ഹലോ അമ്മ, ആ പ്രോട്ടീൻ അമ്മയ്ക്ക് ഫ്ലേവർ വേണോ അല്ലെങ്കിൽ റോ മതിയാ? അത് കുഴപ്പമില്ല. അത് ഐസൊലേറ്റ് അല്ല, പെർഫോമൻസ് ചെറിയ മധുരമുണ്ട്. പിന്നെ ഒരു ടേസ്റ്റും കാണത്തില്ല, വെറുതെ ഒരു പൊടിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു കഞ്ഞി, ഒരു ചവറ് കഞ്ഞിവെള്ളത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുഴപ്പമില്ലേ. അപ്പൊ നമ്മൾ റോ എടുക്കാൻ പോകുന്ന ഒരെണ്ണം ഇതുകൊണ്ട്, പിന്നെ ഒരെണ്ണം അതുകൊണ്ട്. രണ്ടിന്റെ പ്രൈസ് ഞാൻ നോക്കുക ബോയ്സ്. അപ്പൊ ഞാൻ 2 പ്രോട്ടീൻ മേടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. ഒരു 2 റോയും പിന്നെ ക്രിയേറ്റീൻ അമ്മ അങ്ങനെ കഴിച്ചിട്ടില്ല. ക്രിയേറ്റീൻ ഞാനും കഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ അപ്പം എന്തായാലും അമ്മ ട്രൈ ചെയ്തോളൂ. ഈ ക്രിയേറ്റ് കഴിച്ച് ശീലിക്കട്ടെ. ഒരു മസിൽ റേസർ റിസ്റ്റ് ബാൻഡ് കിട്ടിയിട്ടുണ്ട്, അമ്മ ഉപയോഗിച്ചോളൂ. ട്രെയിനറിന് ഒരു ബാഗും കിട്ടിയിട്ടുണ്ട്. 2 ബാഗാ? കൊള്ളാല്ലേ. 2 റിസ്റ്റ് ബാൻഡ് 2 ബാഗും ഫ്രീ ആയിട്ട് എടുത്തിരിക്കുക. നമ്മള് ആക്ടറിനെ തിരിച്ചുകൊണ്ട് വിടുകയാണ്. ഇതാണ് പ്ലേ നടക്കുന്ന സ്ഥലം. ഇവിടെ അല്ലേ ഡ്രാമയൊക്കെ? ആന്നേ. കുഞ്ഞിപ്പുഴിനെ കൂടി നടക്കുന്ന നിങ്ങൾ കാണണം. അപ്പൊ ഇവളെന്തായാലും ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോവുകയാണ്. പൊക്കത്തൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങള് പൊക്കത്ത് വന്നപ്പോ. അവിടെ വെറുതെ വട്ടത്തിരുന്ന് എല്ലാ ആക്ട്രസും കൂടി ഊക്കി. തലയിലും ഒന്നും ഇല്ല. ഒരു വിറ്റെന്ന് വെച്ചാ ഇവിടെ പുകഴ്ത്താൻ വന്നവരെല്ലാരും കൂടെ ഇവിടെ എയറിലിട്ട് ഇതിങ്ങനെ കറക്കുമായിരുന്നു. ഞങ്ങൾക്കും കൂടെ ചിരി വന്നിട്ട് ഞങ്ങൾ ഇവിടെ കളിയാക്കിയില്ല. ഞങ്ങള് എംപി ഒട്ടും കളിയാക്കിയില്ല. നീ ഇവിടെ ഹാസ്യം കാണിക്കും കേട്ടോ, ഇവിടെ ഹാസ്യം കാണിക്കും. എന്തുവാണ് നീ പറയുന്നത്? രാത്രിയെ ഒരു വെള്ളയിട്ട് ഈ ചിരിഞ്ഞ് ഇറങ്ങിയാ മതി. എന്റെ പൊന്നെ. അപ്പൊ നമ്മൾ അവിടുന്ന് അൽത്താദിലോട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് ഞാൻ കഴിക്കുന്നില്ല, അക്ഷയും ട്രെയിനറും കഴിക്കും. ഇവര് ഫുൾ വിശപ്പ് നിൽക്കുകയാണ്. എനിക്ക് ഫുഡ് കാണാൻ പോലും താല്പര്യമില്ല. അപ്പോൾ ഇതിവിടെ ജ്യൂസ് കൗണ്ടറൊക്കെ അടച്ചു പോയി. ഷവർമ മാത്രമേ ഉള്ളൂ. ജംബോ ഷവർമ 2 ഓർഡർ ചെയ്തു. അക്ഷയ്ക്ക് ഈ ഷവർമ എനിക്ക് വേണ്ട, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു. എൻ്റെ ഫുഡിനെ കുറിച്ച് ചോദിക്കുക വേണ്ടി ഇന്നത്തെ. വേണ്ട. ചില ആൾക്കാരുടെ സൊള്ളിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ എടുക്കുന്ന അത് മാറ്റിയാ മതി അങ്ങോട്ട്. അതിപ്പോ മാറ്റുക. മനസ്സിലായി. സത്യമാ. ആ കോൾ ഹിസ്റ്ററി നോക്കണ ഞാൻ? വേണ്ട, കോൾ ഹിസ്റ്ററി നോക്കണാ? എല്ലാം ഡിലീറ്റ് ചെയ്യും. ഇല്ല, കോൾ ഹിസ്റ്ററി വാട്സപ്പിന്റെ
വാട്സപ്പിന്റെ കാണിച്ചാലേ ഇത് വർക്കിന്റെ വാട്സപ്പ് തുറന്നു വെച്ചിരിക്കുന്നത്. എനിക്ക് അറിയാം മോനെ, എന്നെ ഇതാക്കാൻ നോക്കാതാ. വേറെ വാട്സപ്പ് താഴത്തുണ്ട്. ഇത് കണ്ട രണ്ടെണ്ണം കണ്ട കാണിച്ചു രണ്ടെണ്ണം അല്ലേ ഇത്? ഒന്ന് നോക്കട്ടെ. അത് ഡ്രസ്സിന്റെ ഇതാണ്. രണ്ട് വാട്സപ്പ് ബോയ്സ്, രണ്ട് വാട്സപ്പ് കണ്ട. അതെന്ത് വരുന്നടാ? ഇല്ല ഇനി ചെയ്യണ്ട, മനസ്സിലായി. ഒരു കസ്റ്റേർഡ് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇതിവിടെ അവൈലബിൾ ആയിരുന്നു. ഇൻഗ്രീഡിയൻസ് മിൽക്ക്, ഷുഗർ, കാഷ്യൂനട്ട്, ആപ്പിൾ കസ്റ്റേർഡ്. 3 ദിവസം ഇരിക്കത്തുള്ളൂ കേട്ടോ. 9, 12, 9, 2, 26 3 days. 90 രൂപ. ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഞാനേ അവിടെ ചെന്നപ്പോ ഞാൻ ഇരിക്കുന്നത് തമിഴത്തിൽ കൊച്ച തമിഴാ പറയുന്നത്. ഞാൻ ഇത് ജ്യൂസാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതെടുത്ത് അന്ന് അവിടെ ഇത് ഫാഷൻ ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. അപ്പൊ അതിന് വെറൈറ്റി കളറ്. പിന്നെ പറയാ ഞാൻ മറ്റേ നമ്മുടെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചില്ലേ, ജാതിക്കാണ് കുടിക്കുക. ശരിയാതില്ല. ജാതിക്കാണ് ഇത് ഫാഷൻ ഫ്രൂട്ട്. ഇവിടം വരെ എത്താൻ നീ കുറെ നീണ്ടിയ കഥ പറഞ്ഞാലും കുഴപ്പമില്ല. എന്റെ കഥ ബാക്കിയുള്ളവരുടെ കഥ കേൾക്കാം. അവിടുന്ന് ഇവിടം വരെ കുഴപ്പമില്ല. കസ്റ്റേർഡ് ഒരു പാഷൻ ഫ്രൂട്ട് ആകുമ്പോൾ മേടിച്ചാൽ നോക്കാൻ വേണം. പ്രോപ്പർ പാഷൻ ഫ്രൂട്ട് ഒന്നും ഇല്ലടാ അതിനകത്ത്. പക്ഷെ ഇത് 170 രൂപയാണ്. അത്രയ്ക്കുള്ള ഉണ്ടെന്ന് അറിയത്തില്ല. 170 നോക്കിയിട്ടൊക്കെ എടുക്കണ്ടോ? നോക്കി അത് കൊള്ളാല്ലേ. ഷവർമ 2 മേടിച്ചു, 2 പേരും കഴിക്കുന്നു. എനിക്ക് വേണ്ട. ഞാൻ ആവശ്യത്തിലുള്ള ഫുഡ് കഴിച്ചു. നിങ്ങൾ തന്നെ കഴിക്കും. കൊള്ളാം. അപ്പൊ നിങ്ങൾ തന്നെ കഴിച്ചു. എനിക്ക് വേണ്ട. ഞാൻ ആവശ്യത്തിലുള്ള കഴിച്ചു ചെയ്യുന്നു. നിനക്ക് അറിയാവുന്നേ. ടേസ്റ്റ് ചെയ്യാനും വേണ്ട. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാം. അതിൽ കൂടുതൽ ടേസ്റ്റ് വേണ്ട. ഞാൻ വേണം ഇത് കഴിക്കാൻ. ചോദിച്ചു നോക്ക്. ഇന്നെ കിടപ്പുണ്ട്. ഇത്രയും മുച്ചെറിഞ്ഞൂടെ നടത്തിയിട്ട് ഇന്ന് കിടന്ന കിടപ്പ് ഞാൻ തന്നെ എന്ത് പറ്റിയോ ചോദിക്കരുത് പോലെ. ഫ്ലാറ്റ് ഇന്ന് ചെറുതായിട്ട് മിക്സപ്പ് പറ്റിയതാണ്. മിക്സപ്പ് പറ്റിയതാണ്. ചോദിക്കരുത്. അത് കാരണം എനിക്ക് പണി കിട്ടി, നല്ല പണി കിട്ടി ആ വീഡിയോ.